അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു വഴിത്തിരിവിന് വേണ്ടി ഒരു വ്യക്തി വരും. അങ്ങനെയാണ് ഡോക്ടർ പി.എ. ലളിത. ഇന്നും ഞാൻ എൻ്റെ മാതൃസ്ഥാനത്ത് കാണുകയും, ഇന്ന് മാഡം നമ്മുടെ കൂടെ ഇല്ല, മാഡം മരണപ്പെട്ടു. പക്ഷെ എൻ്റെ മനസ്സിൽ മാഡത്തിനൊരു സ്ഥാനം വളരെ വളരെ വലുതാണ്. എനിക്ക് എൻ്റെ ഹോസ്പിറ്റലൊന്ന് നെക്സ്റ്റ് ലെവലിലേക്ക് വളർത്താൻ നിനക്കൊന്ന് നമ്മുടെ കൂടെ വരാമോ ചോദിച്ചു. അതാണ് എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ടേണിംഗ് പോയിന്റ്. നമ്മൾ ഈ ആരോഗ്യ രംഗത്ത് ഒരു രോഗിയായിട്ട് ചിലപ്പോൾ പോയാന്നിരിക്കാം, പക്ഷെ ആരോഗ്യ രംഗത്ത് ഭരിക്കുന്ന ആളൊന്നും ആവാൻ ഒരു സാധ്യതയില്ല. ഒരു IT രംഗം പോലെ അവന് ശനിയും ഞായറും വീട്ടിലിരിക്കാൻ പറ്റില്ല, ശനിയും ഞായറും ഫോൺ ഓഫ് ചെയ്ത് വെക്കാൻ പറ്റില്ല. കാരണം ഇത് മനുഷ്യന്റെ വേദനയെ സഹായിക്കാൻ വേണ്ടി നമ്മളെ ഓരോരുത്തരും വിളിക്കും. ആസാദ് മൂപ്പൻ ഡോക്ടർ ഒരിക്കൽ എന്നെ വിളിച്ചു, പ്രഭാത ഭക്ഷണം എൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി. നമ്മളെ സംബന്ധിച്ചോളം ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമായ ഒരു ഫോൺ കോളാണ്. ആസ്റ്റർ എന്തുകൊണ്ട് മാറിയെന്ന് ഇപ്പൊ ഇന്ന് ഇതൊക്കെ ഇത്രയും വലിയ ബഹുരാഷ്ട്ര കമ്പനിയാണ് അല്ലേ, നിങ്ങളുടെ മനസ്സിൽ എന്തിനാ ഞാൻ ആസ്റ്റർ വിട്ടു? ആ ചോദ്യത്തിന് എനിക്ക് എൻ്റെ ആയിട്ടുള്ള ഒരു കൺവിൻസിങ് ഉത്തരം. ആതുര സേവന രംഗത്ത് പ്രൊഫഷണൽ മികവിലൂടെയും മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചും നൂതന കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചും ശ്രദ്ധേയനായ ഫർഹാൻ യാസീൻ ഉത്തരദേശവുമായി സംസാരിക്കുന്നു.